ആഗസ്റ്റ് 29 ഏറെ സന്തോഷമുള്ള ദിവസമാണ്. ഇരിങ്ങാലക്കുട രൂപതയിൽ ജനിച്ച് സമർപ്പിത ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ച പുണ്യവതിയായ വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ തിരുനാളാണ്. ധന്യതയാർന്ന ഈ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന 3 കാര്യങ്ങളുണ്ട്. എപ്പോഴും കരങ്ങളിൽ ജപമാല ചേർത്ത് പിടിച്ച് അനേകായിരങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നടന്ന അമ്മ, ആളുകളൊക്കെ ഈ അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന്. രണ്ടാമത് ഈ അമ്മയുടെ വലിയൊരു പുണ്യമാണ് എപ്പോഴും ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് സ്നേഹനാഥനുമായി ഹൃദയങ്ങൾ സംവദിക്കുന്ന അമ്മ. മണിക്കൂറുകളോളം ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയെ വീണ്ടും സ്നേഹത്തോടെ എല്ലാവരും വിളിച്ചു സഞ്ചരിക്കുന്ന സക്രാരി എന്ന് വിളിച്ച ഒരു പുണ്യവതി. ഈ പുണ്യവതി സ്നേഹോപദേശം പോലെ നമ്മളെ നോക്കി പറയും, പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് കേട്ടോ. ഏറെ ജീവിതം കൊണ്ട് ചേർത്ത് വെച്ച് അമ്മ പറഞ്ഞ മനോഹരമായ സൂക്തമുണ്ട്, മരിച്ചാലും മറക്കില്ല കേട്ടോ. നമ്മൾ മരിച്ചാലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടം പിടിക്കാൻ അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നൊരു ജപമാല നമ്മുടെ കരങ്ങളിലുണ്ടാകട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയോടൊപ്പമായിരിക്കാൻ ഓരോ വിശുദ്ധ കുർബാനയിലും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരുന്ന ഈശോയുടെ അനുഭവങ്ങൾ സ്വന്തമാക്കി സഞ്ചരിക്കാൻ, എപ്പോഴും പുണ്യങ്ങളിൽ വളരാൻ ഈ വിശുദ്ധയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ വലിയ മാധ്യസ്ഥം വഴി നമ്മൾ ചേർത്ത് വയ്ക്കുന്ന എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ദൈവമേ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ.